അധ്യായം 23. നിമിഷസുഖങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾക്കും സമാധാനത്തിനും ഒരുപക്ഷെ അധികകാലം ആയുസ്സ് ഉണ്ടാകണമെന്നില്ല. നിമിഷസുഖം നമ്മൾക്ക് അധികകാലം ആസ്വദിക്കാൻ കഴിയില്ല. അതിനൊരു പരിധിയുണ്ട്. നിമിഷസുഖത്തിന് വേണ്ടി ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടാൽ ഭാവി ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചേക്കാം. നിമിഷസുഖം വേണോ അതോ ദീർഘകാല സുഖം വേണോ എന്ന് നമ്മൾ ആലോചിക്കുക. ദീർഘകാല സുഖം വേണമെങ്കിൽ ഇന്ന് ഈ നിമിഷം തൊട്ട് കഠിനമായി നേരായ വഴിക്ക് അധ്വാനിക്കുക. നിമിഷ സുഖങ്ങൾക്ക് പരിധിയും പരിമിതിയുമുണ്ട്. ഏത് കാര്യത്തിലും സുഖം ആകണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ നല്ലതുപോലെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കുന്നത് സുഖകരമാണ്, പക്ഷേ എങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടല്ലോ. കൃത്യമായ അളവിൽ ചേരുവകൾ ചേർത്താൽ മാത്രമാണ് ഭക്ഷണത്തിൻ്റെ രുചി ഉണ്ടാവുകയുള്ളൂ. ചേരുവകൾ കുറഞ്ഞാലും കൂടിയാലും ഭക്ഷണത്തിൻ്റെ രുചിയെ കാര്യമായി ബാധിക്കും. തെറ്റായ ശീലങ്ങൾ വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ സാരമായി തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ആരോഗ്യത്തെ സമ്പത്തിനെ കാർന്നു തിന്നുന്ന തെറ്റായ ശീലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. തെറ്റായ ശീലങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നിമിഷ സുഖങ്ങൾക്ക് വേണ്ടിയല്ലാതെ ദീർഘകാല സുഖങ്ങൾക്കായി നല്ലതുപോലെ പരിശ്രമിക്കാം.